സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിൽ. എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്തിയ 33 സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവർത്തനമാണ് അവതാളത്തിലായത്. സ്കൂളുകൾക്ക് എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്തിയിട്ടും കഴിഞ്ഞ 6 മാസമായി അധ്യാപകർക്ക് ശമ്പളമില്ല. സമരത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ അധ്യാപകർ. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിവിധ മാനേജ്മെന്റുകളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന 33 സ്പെഷ്യൽ സ്കൂളുകൾക്കാണ് എയ്ഡഡ് പദവി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൺവീനറായ 3 അംഗ സമിതിയുടെ ശുപാർശ അനുസരിച്ചായിരുന്നു സർക്കാർ തീരുമാനം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 ഇറങ്ങിയ ഉത്തരവ് പ്രകാരം എയ്ഡഡ് പദവി ലഭിച്ച് 8 മാസമായിട്ടും ഇവിടെ പ്രവർത്തിക്കുന്ന 300-ലധികം അധ്യാപകർക്കും ജീവനക്കാർക്കും നാളിതുവരെ ശമ്പളമോ മറ്റാനുകൂല്യങ്ങളോ ലഭിച്ചിട്ടില്ല. ജീവനക്കാരുടെ തസ്തിക നിർണയിച്ചു നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിക്കാത്തതാണ് ഇക്കൂട്ടരെ ദുരിതത്തിലാക്കുന്നത്. ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ പരിപാലിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഈടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് ഓർഡറൊക്കെ ഇറങ്ങി. ഇത്രയും നാളായിട്ട് ഇവിടുത്തെ അധ്യാപകർക്കോ അതിൻ്റെ മറ്റ് കുട്ടികൾക്കോ അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അധ്യാപകരുടെ സ്റ്റാഫ് ഫിക്സേഷൻ ഇപ്പോൾ അടുത്ത് തന്നെ നടക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും കാര്യങ്ങളൊന്നും മുമ്പോട്ട് നീങ്ങിയിട്ടില്ല. മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികളുടെ മലമൂത്ര വിസർജനം വരെ കോരുന്ന അധ്യാപകർക്കാണ് ഈ ദുർഗതി. എയ്ഡഡ് പദവി ലഭിച്ചതിനാൽ ഇവരുടെ വിലാപം മാനേജ്മെന്റുകളും ചെവിക്കൊള്ളുന്നില്ല. ഗവൺമെന്റ് ഇങ്ങനെയൊരു ഓർഡർ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഓർഡർ ഇറങ്ങിയതാണ്. ഈ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് പോലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അധ്യാപകർക്ക് നിരാശ മാത്രമാണ് ബാക്കിയുള്ളത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരടക്കം ഇങ്ങ് തിരുവനന്തപുരത്തെ കൈത്തറി തൊഴിലാളിയുടെ മക്കളെ വരെ സ്വന്തം മക്കളായി കാണുന്ന അധ്യാപക സമൂഹത്തിനാണ് ഈ ദുരവസ്ഥ. അതുകൊണ്ട് തന്നെ സമരവുമായി റോഡിലിറങ്ങാൻ ഇവർ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല. എങ്കിലും ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ച സർക്കാരിനെ അറിയിക്കാൻ സമരത്തിനൊരുങ്ങുകയാണ് ഇക്കൂട്ടർ. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, 6 മാസമായി 300-ലധികം അധ്യാപകർക്കാണ് ശമ്പളമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളുടെയും അധികാരികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ കാരണം, അനാസ്ഥ കാരണം ദുരിതത്തിലായിരിക്കുന്നത് അല്ലെങ്കിൽ തുലാസിലായിരിക്കുന്നത് കൂടുതൽ പരിഗണന ലഭിക്കേണ്ട ഒരുപറ്റം വിദ്യാർത്ഥികളുടെ ഭാവിയല്ലേ? അഞ്ജു, തീർച്ചയായും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പുറത്തിറക്കിയെന്ന് അന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്ന സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരുടെ ജീവിതം തന്നെയാണ് ഇപ്പോൾ വലിയ ദുരിതത്തിലേക്ക് പോകുന്നത്. സംസ്ഥാനത്ത് 33 സ്പെഷ്യൽ സ്കൂളുകൾക്കാണ് എയ്ഡഡ് പദവി കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഫെബ്രുവരി മാസം 9-ാം തീയതി മാനസിക വെല്ലുവിളി നേരിടുന്ന 100 കുട്ടികളിൽ വിദ്യാർത്ഥികളിൽ കൂടുതലുള്ള സ്കൂളുകൾക്കാണ് ഇത്തരം സ്പെഷ്യൽ സ്കൂൾ പരിഗണന നൽകി എയ്ഡഡ് സ്കൂളായി ഉയർത്തിയത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെയുള്ള 3 അംഗ സമിതിയുടെ പഠനവും ശുപാർശയ്ക്കും ശേഷമാണ് മന്ത്രിസഭാ യോഗം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്. എന്നാൽ ഈ 33 സ്കൂളുകളിലെയും അധ്യാപകരാണ് ഇപ്പോൾ ആകെ തൃശങ്കുവിലായിരിക്കുന്നത്. സ്കൂൾ സർക്കാർ എയ്ഡഡ് സ്കൂളായി മാറിയതോടുകൂടി മാനേജ്മെന്റുകൾ ഇവർക്ക് യാതൊരു ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകാൻ തയ്യാറല്ല. കാരണം എയ്ഡഡ് പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ശമ്പളം നൽകേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനാണ്. എന്നാൽ ഇതിന് ചില നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. കൃത്യമായ ഭൗതിക സാഹചര്യങ്ങളും പഠന നിലവാരവും സൗകര്യങ്ങളും എല്ലാം മറ്റു സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായ തരത്തിൽ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി വേണം ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് ഉണ്ടാകാൻ. ഇതെല്ലാം തന്നെ പരിശോധിക്കാതെയാണ് ഇത്തരം എയ്ഡഡ് പദവി നൽകിയിരിക്കുന്നത് എന്ന ആക്ഷേപിക്കുന്ന ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടികൾ, അതായത് അധ്യാപക തസ്തിക നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയാൽ മാത്രമേ, നിർണയിച്ചു നൽകിയാൽ മാത്രമേ ഇവർക്ക് ശമ്പളം സർക്കാരിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുള്ളൂ. ആ നടപടിക്രമങ്ങളുടെ പാകപ്പിഴയാണ് ഇപ്പോൾ 33 സ്പെഷ്യൽ സ്കൂളുകളുടെ 300-ലധികം അധ്യാപകരെ വലിയ ദുരിതത്തിലേക്ക് തള്ളിയിട്ട്
നൽകിയിട്ടിരിക്കുന്നത്. മറ്റു അധ്യാപകരുടെ കാര്യം പറയുകയാണെങ്കിൽ വെറും 8 മണിക്കൂർ ജോലി നോക്കുന്ന മറ്റ് അധ്യാപകർക്ക്, എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് സമാനമായ മറ്റൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കുട്ടികൾക്കൊപ്പം മാനസിക വെല്ലുവിളി, വൈകല്യമുള്ള കുട്ടികൾക്കൊപ്പം, ഭിന്നശേഷിയുള്ള കുട്ടികൾക്കൊപ്പം കഴിഞ്ഞ് അവരോട് വലിയ തോതിൽ പരിചരണം, ഒരു അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ വാത്സല്യത്തോടു കൂടി പരിചരിക്കുന്ന അധ്യാപക സമൂഹത്തിനാണ് ഇപ്പോൾ ഓണക്കാലമായിട്ടും നാളെ അധ്യാപക ദിനം ആണ് എന്നുകൂടിയിരിക്കെ ഇത്തരം ഒരു വലിയ ദുരിത ശേഷിയിലേക്ക് പോയിരിക്കുന്നത്. അഞ്ജു, ശരി ലെസ്ലി, തുടരുക. ഇപ്പോൾ KSTA പ്രതിനിധി ഷാജഹാൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഷാജഹാൻ, 6 മാസമായിട്ട് അധ്യാപകർക്ക് ശമ്പളമില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എയ്ഡഡ് പദവി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വന്നതാണ്. ആ ഉത്തരവ് കടലാസിൽ മാത്രം ഒതുങ്ങി യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാതെ, ശമ്പളം പോലും ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത് ഒരുപറ്റം അധ്യാപകരാണ്. 300-ലധികം അധ്യാപകർ. ഇവിടെ ആരാണ് നിസ്സംഗത കാട്ടുന്നത്? അധ്യാപകർക്ക് എയ്ഡഡ് സ്കൂൾ പദവി നൽകിയ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്ക് അവരുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അത് വേരിഫിക്കേഷൻ നടത്തി തസ്തിക നിർണയം നടത്തിയതിനു ശേഷമാണ് അവർക്ക് അംഗീകാരം കൊടുക്കേണ്ടത്. അങ്ങനെ അംഗീകാരം കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതാണ്. തീർച്ചയായും അത്തരത്തിൽ യാതൊരു ശമ്പളവും അംഗീകാരമൊക്കെ ലഭിച്ചു, പക്ഷേ ശമ്പളം മാത്രമില്ല, മറ്റ് ആനുകൂല്യങ്ങളുമില്ല. ഇവിടെ ആരുടെ ഭാഗത്തെ വീഴ്ചയാണ് ഇത്തരത്തിലൊരു ദുർഗതിക്ക് കാരണം? കഴിഞ്ഞ 6 മാസം മുമ്പ് നടന്ന ഒരു ഉത്തരവ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ഉത്തരവ് ഇതുവരെയും നടപടിയുമായിട്ടില്ല. ഇതിന് ആരെ പഴിക്കണം? തസ്തിക നിർണയം നടന്നിട്ടില്ല. അവിടെ എയ്ഡഡ് സ്കൂൾ പദവിയാണ് നൽകിയിട്ടുള്ളൂ. അവിടെ അധ്യാപകരുടെ തസ്തിക നിർണയം നൽകിയാലാണ് അവർക്ക് ഇത് കൊടുക്കാൻ കഴിയുകയുള്ളൂ, ശമ്പളം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാനേജ്മെന്റ് തന്നെയാണോ ഇപ്പോഴും ശമ്പളം നൽകേണ്ടത്? അല്ലല്ല, അവർക്ക് തസ്തിക നിർണയം നടത്തിയാൽ 6 മാസം കഴിയുമ്പോൾ, 6 മാസം ഉൾപ്പെടെയുള്ള എന്ന് മുതലാണ് അവർക്ക് എയ്ഡഡ് പദവി ലഭിച്ചത്, അന്ന് മുതലുള്ളത് അവർക്ക് സർവീസ് പരിഗണിച്ച് ശമ്പളം കിട്ടേണ്ടതാണ്. ഇത്തരത്തിൽ അധികാര വൃന്ദങ്ങളുടെയും ഒപ്പം ചില ഗൂഢനീക്കങ്ങളുടെ ഭാഗമായി ഇപ്പോൾ തുലാസിലായിരിക്കുന്ന ഒരു പറ്റം കൂടുതൽ പരിഗണന ലഭിക്കേണ്ട ഒരു പറ്റം വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. തീർച്ചയായും ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുന്നു. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളിന്റെ പ്രവർത്തനം ഏതാണ്ട് അവതാളത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണിപ്പം ഉള്ളത്. എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്തിയ ഏതാണ്ട് 33 സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുന്ന ഒരു അവസ്ഥ. സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകിയെങ്കിലും അത്തരത്തിൽ ഉയർന്ന പദവി നൽകിയിട്ടും കഴിഞ്ഞ 6 മാസമായി അധ്യാപകർക്ക് ശമ്പളമില്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ വാർത്തയിലേക്ക് എത്താം. മദർ തെരേസയുടെ പ്രധാന പ്രവർത്തന മേഖല മുഖ്യമായും കൊൽക്കത്ത നഗരമായിരുന്നു. ജാതിമത ഭേദമന്യേ നഗരത്തിലെ അവശരുടെയും അനാഥരുടെയും ആലംബഹീനരുടെയും അത്താണിയായിരുന്നു മദർ. കൊൽക്കത്തയിലെ തെരുവോരങ്ങളിലായിരുന്നു മദർ തെരേസ ദൈവത്തെ കണ്ടത്. പൊട്ടിപ്പൊളിഞ്ഞ തെരുവുകളിലെ പുഴുവരിക്കുന്ന കുഷ്ഠരോഗികളും അനാഥത്വം പേർന്ന കുഞ്ഞുമുഖങ്ങളും സിസ്റ്റർ തെരേസയുടെ ജീവിതത്തിന്റെ ഭാഗമായപ്പോൾ ലോകം അവരെ ആദരവോടെ അഗതികളുടെ അമ്മ എന്ന് വിളിച്ചു. വിളികൾക്കും വിശേഷണങ്ങൾക്കും അപ്പുറമായിരുന്നു കൊൽക്കത്തയ്ക്ക് മദർ തെരേസ. മഹാനഗരത്തിന്റെ തെരുവോരങ്ങളിൽ നിന്ന് കേട്ട തേങ്ങലുകൾ ചെവികൾ കൊണ്ടായിരുന്നില്ല, ഹൃദയം കൊണ്ടാണ് മദർ ഏറ്റുവാങ്ങിയത്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ ദാനമായി നൽകിയ 2 മുറികളിലാണ് മദർ മിഷണറി ഓഫ് ചാരിറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. വെറും 13 സിസ്റ്റർമാരാണ് മിഷണറി ഓഫ് ചാരിറ്റി തുടങ്ങുമ്പോൾ മദർ തെരേസയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത് 5000-ലേറെ സിസ്റ്റർമാരുള്ള മഹാപ്രസ്ഥാനമായി, ഒന്നുമില്ലാത്തവന്റെ അവസാന ആശ്രയമായി ലോകമെങ്ങും പടർന്നു കിടക്കുന്നു. ഊരും പേരുമില്ലാത്തവർ വഴിയരികിൽ മരിച്ചു വീഴുന്നത് അക്കാലത്ത് കൊൽക്കത്ത നഗരത്തിന്റെ ദയനീയ മുഖമായിരുന്നു. 1952-ൽ അനാഥർക്കായി മദർ കൊൽക്കത്തയിൽ നിർമ്മൽ ഹൃദയം ആരംഭിച്ചു. തെരുവോരങ്ങളിൽ മരണം കാത്തുകിടന്നവരെ മദർ നിർമ്മൽ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി. അനാഥ കുഞ്ഞുങ്ങൾക്കായി ശിശുഭവനും കുഷ്ഠരോഗികൾക്കായി ശാന്തിനഗറും ആരംഭിച്ചതോടെ കൊൽക്കത്ത എന്ന മഹാനഗരം പൂർണ്ണമായും കനിവിന്റെ അമ്മയുടെ കാരുണ്യം അറിയുകയായിരുന്നു. സമ്പന്നതയുടെ പളപളപ്പിൽ ജീവിക്കുന്നവർക്ക് അത്ഭുതമായിരുന്നു മദർ തെരേസയുടെ ജീവിത വഴികൾ. $10 ലക്ഷം തന്നാലും കുഷ്ഠരോഗിയെ ഞാൻ കൈകൊണ്ട് തൊടുകയില്ലെന്ന് പറഞ്ഞ കോടീശ്വരനോട് മദർ പറഞ്ഞത്, എനിക്ക് $1 പോലും നിങ്ങൾ നൽകണ്ട,
പക്ഷേ ഞാൻ അവരെ എന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തും. കാരണം അവർ എന്റെ മക്കളാണെന്നായിരുന്നു. അൽബേനിയയിൽ ജനിച്ച ആഗ്നസ് എന്ന സാധാരണ കന്യാസ്ത്രീ ലോകത്തോളം വളർന്നത് കൊൽക്കത്തയുടെ മനസ്സിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ ലോകം അവരെ ആദരവോടെ വിളിക്കും കൊൽക്കത്തയുടെ വിശുദ്ധയായ തെരേസയെന്ന്. ന്യൂസ് ഡെസ്ക്. മലയാളിയുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തച്ചമയം. അത്തം ഘോഷയാത്ര രാജനഗരിയായ തൃപ്പൂണിത്തുറയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മലയാളിയുടെ മഹോത്സവമായ ഓണാഘോഷത്തിന് പൂവിളി ഉയരുകയായി. ചരിത്ര സ്മരണകളുമായി പഴയ കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തം ഘോഷയാത്ര നടക്കും. രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറയിൽ നടന്നിരുന്ന അത്തച്ചമയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന അത്തം ഘോഷയാത്ര മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ഇതിനു മുന്നോടിയായി രാജകുടുംബത്തിലെ മുതിർന്ന അംഗമായ ഹരിതമ്പുരാനിൽ നിന്ന് തൃപ്പൂണിത്തുറ നഗരസഭാധ്യക്ഷ ചന്ദ്രികാദേവി അത്തപ്പതാക ഏറ്റുവാങ്ങി. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അത്തം നഗറിലെത്തിച്ചു. മുൻ വർഷങ്ങളെക്കാൾ വർണ്ണാഭമായ പരിപാടികളാണ് അത്തം ഘോഷയാത്രയ്ക്ക് ഒരുക്കിയിട്ടുള്ളതെന്ന് നഗരസഭാധ്യക്ഷ പറഞ്ഞു. 72 കലാരൂപങ്ങളും ടാബ്ലോസും ഒക്കെ ആയിട്ട് 72 രൂപങ്ങളുണ്ട്. അത്തപ്പൂക്കള മത്സരം 10 മണിക്ക് അത്തം നഗറിന്റെ തൊട്ടടുത്തുള്ള ഹാളിൽ തുടങ്ങും. കേരളത്തനിമ വിളിച്ചറിയിക്കുന്ന വിവിധ കലാരൂപങ്ങൾക്കൊപ്പം നിശ്ചല ദൃശ്യങ്ങളും അണിനിരക്കുന്ന ഘോഷയാത്ര ആസ്വദിക്കാൻ നിരവധി പേരെത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.